وعلى آله وصحبه أجمعين أما بعد. بسم الله ما شاء الله لا يسوق الخير إلا الله. بسم الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله ما كان من نعمة فمن الله. بسم الله ما شاء الله كان ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. توسلت بالحي القيوم الذي لا يموت أبدا دفعت ونسوا بألف ألف لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരിശുദ്ധമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടൊപ്പം നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ സർവരുടെയും മൺമറകളെ അല്ലാഹു മണിയറകളാക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും വിട്ടുപുറത്തു അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ലോകം പടക്കപ്പെടാൻ തന്നെ കാരണക്കാരനായ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മന്ത്രധ്വനികളുമായി കടന്നു വന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് തുടങ്ങിയ പ്രവാചക ശൃംഖലക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് അന്ത്യപ്രവാചകനായി ഈ ലോകത്തേക്ക് വന്ന തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ സമയത്ത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങളും പ്രകീർത്തനങ്ങളും പാടി പുകഴ്ത്തുന്നതോടൊപ്പം ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദാത്തവും ഉത്കൃഷ്ടവുമായ വ്യക്തിപ്രഭാവത്തെ മനസ്സിലാക്കുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് അത് പകർന്നു നൽകാൻ കൂടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മാത്രം പ്രവാചകനല്ല, ലോകത്തിലെ മുഴുവനും കാരുണ്യമായി കടന്നു വന്നവരാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തിന്റെ കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ ഞാൻ അയച്ചിട്ടില്ല നബി എന്ന് അല്ലാഹു തആല പറയുന്നു. വേറൊരു സ്ഥലത്ത് കാണാം, സൂറത്തു സബഇൻ 26-ാമത്തെ ആയത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി എന്നാ പറഞ്ഞത്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും, മുസ്ലിമിനെ മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളിലേക്കും കാരുണ്യമായിട്ട്, മുന്നറിയിപ്പുകാരനായിട്ട്, ബശീറൻ വനദീറ
സന്തോഷ വാർത്തയുമായിട്ടാണ് ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നത്. ഏതൊരു പ്രവാചകന്മാർ ഈ ലോകത്ത് കടന്നു വന്നിട്ടുണ്ടോ അവർക്കൊക്കെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. എതിർക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ, ക്രൂശിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ മറ്റുള്ളവരാൽ പരിഹസിക്കുകയും അപമാനിക്കുകയും പെടുകയും ചെയ്തു എന്നതിന്റെ പേരിൽ ഒരു വ്യക്തി ഒരിക്കലും ചെറുതാവുന്നില്ല. അല്ലാഹു തആല പറയുന്നുണ്ട് വിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്ത് അൻആമിന്റെ 172ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്, وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا شَيَاطِينَ الْإِنسِ وَالْجِنِّ يُوحِي بَعْضُهُمْ إِلَى بَعْضٍ زُخْرُفَ الْقَوْلِ غُرُورًا وَلَوْ شَاءَ رَبُّكَ مَا فَعَلُوهُ فَذَرْهُمْ وَمَا يَفْتَرُونَ وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا. ലോകത്ത് ഒരുപാട് പ്രവാചകന്മാര് കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ ആ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ അധമമായ പ്രവർത്തനങ്ങൾ, അധപ്പതനത്തിന്റെ അധമ പാപതലങ്ങളിലേക്ക് പോയ ആ സമൂഹത്തെ അവരെ സമുദ്ധരിക്കാൻ വേണ്ടിയിട്ട്, സത്യത്തിന് വേണ്ടിയിട്ട് അവർ നിലകൊണ്ടപ്പോൾ അവർക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതെല്ലാം പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ? ശയാത്വീനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യന്മാരുടെ കോലത്തിൽ പിശാചുക്കള്, മനുഷ്യ രൂപത്തിലുള്ള പിശാചുക്കള്, അതുപോലെ തന്നെ ജിന്നുകള്, മനുഷ്യന്മാരിൽ തന്നെ മോശപ്പെട്ട ആളുകള്, അവര് പൈശാചികമായ സ്വഭാവങ്ങളുള്ളവരാകും. അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ജിന്നുകളുടെ കൂട്ടത്തിലുള്ള മോശപ്പെട്ട ആളുകൾ, അവരുടെ എല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ ഖുർആനിലൂടെ പറയുമ്പോൾ ഏതൊരു പ്രവാചകന്മാർക്കും നേരിട്ടതുപോലെ അല്ലാഹുവിന്റെ റസൂലിനും ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. റസൂലുള്ളാഹിനെ ഭ്രാന്തനെന്ന് മുദ്രകുത്തി, റസൂലുള്ളാഹിനെ സാഹിറാണെന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെ ഒരുപാട് ആക്രമിച്ചു, പട്ടിണിക്കിട്ടു, കൊല ചെയ്യാൻ വേണ്ടിയിട്ട് വരെ ശ്രമിച്ചു. അപ്പോഴും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രവാചകനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി മോശമായി ആളുകൾ പ്രചരിപ്പിച്ചപ്പോഴും ഹബീബായ തങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന താരക തുല്യരായ സൗരഭ്യ സുഗന്ധികളായ മഹാന്മാരായ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ പ്രൊട്ടക്ട് ചെയ്തു. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ റസൂലുള്ളാഹിനെ പറ്റി മോശമായിട്ടിടുമ്പോൾ, നമ്മുടെ വാപ്പയെ പറ്റി ഒരാൾ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രതികരിക്കില്ലേ? ഇതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ആരെങ്കിലും മോശമായി പറയുമ്പോ അവിടെ നമ്മളെ റസൂലുള്ള ആരാണെന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. റസൂലുള്ള മോശക്കാരനാണെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് മോശക്കാരനല്ലെന്ന് പറയണം. അതായിരുന്നു മഹാന്മാരായ സഹാബത്ത് ചെയ്തിരുന്നത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കവിയായിരുന്നു. ആ കൂട്ടത്തിൽ ശത്രുക്കളുടെ കൂട്ടത്തിലും ഒരുപാട് കവികൾ ഉണ്ടായിരുന്നു. ഖുറൈശികൾ കവിതകളിൽ നിപുണരായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ പറ്റി മോശമായ കവിതകൾ രചിക്കുമ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് ഇന്നർ റസൂല ലസൈഫു യുസ്തദാഉ ബിഹി മുഹമ്മദുൻ റസൂലു ഫില്ലാഹി മസ്ലൂലു. അല്ലാഹുവിന്റെ റസൂലിനെ മോശമായിട്ട് പറയുമ്പോ നബി തങ്ങളെ അത് ഒരുപാട് വർണ്ണിച്ചുകൊണ്ട് മഹാനവറുകൾ കവിത ഇങ്ങനെ പാടുമായിരുന്നു. ഇതുപോലെ ആരെല്ലാം വരുമ്പോഴും സഹാബത്ത് പ്രതിരോധിക്കുമായിരുന്നു. സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന വ്യക്തി റസൂലുള്ളാഹിനെ പറ്റി മോശമായി കവിത എഴുതിയ ആളാണ്. ഒരുപാട് റസൂലുള്ളാഹിനെ വിമർശിച്ച വ്യക്തിയാണ്. ബദർ യുദ്ധത്തിന്റെ വേളയിൽ സുഹൈൽ ഇബ്നു അംറിനെ പിടിച്ചു കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്,
നബിയെ, അങ്ങയെപ്പറ്റി മോശമായ ഒരുപാട് കവിതകൾ എഴുതിയവനാണിവൻ, അങ്ങയെപ്പറ്റി തെറിപ്പാട്ട് പാടിയവനാണിവൻ, അവനെ ഞാൻ വാളുനിരയാക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ അരുതെന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങള് തടഞ്ഞു വെച്ചു. അപ്പൊ പറഞ്ഞു, അവന്റെ വായിൽ നിന്ന് പല്ലിനാൻ അടിച്ചു പറിക്കട്ടെ നബിയെ. ഇനി അവിടുത്തെ പറ്റിയിട്ട്, പരിശുദ്ധമായ ഇസ്ലാമിനെ പറ്റിയിട്ട് മോശമായവൻ കവിത രചിക്കുകയില്ലല്ലോ. കാരുണ്യത്തിന്റെ കരകാണാക്കടലായ മുത്ത് റസൂലുള്ള പിടിച്ചു വെച്ചിട്ട് പറയുകയാണ്, സുഹൈൽ ഇബ്നു അംറിനെ കൊണ്ട് സന്തോഷിക്കുന്ന ഒരു കാലഘട്ടം വരും. സുഹൈലിന് ഇസ്ലാമിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് സുഹൈലിന് ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തിന്റെ ജീവിതം കണ്ടു പഠിച്ചുകൊണ്ട് സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന റസൂലുള്ളാഹിനെ പറ്റി മോശമായി കവിതകൾ എഴുതിയിരുന്ന മനുഷ്യൻ പശ്ചാത്തപിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ബദർ കഴിഞ്ഞു, ഉഹദ് കഴിഞ്ഞു, ഖന്തഖും ഹൈബറും ഒക്കെ കഴിഞ്ഞു. പുണ്യപ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. കാലഘട്ടം കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ കാലം വന്നപ്പോ ആളുകൾ ഇസ്ലാമിൽ നിന്നുകൊണ്ട് അകലാൻ തുടങ്ങി. റസൂലുള്ളാഹില്ലാത്ത മദീനത്ത് ഒരുപാട് മുർത്തദായ ഇസ്ലാമിൽ നിന്നുകൊണ്ട് പുറത്തുപോയ ആളുകൾ രംഗത്ത് വരാൻ തുടങ്ങി. ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ലെന്നവർ പറഞ്ഞു. പരസ്യമായിട്ട് രംഗത്ത് വന്ന ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ നിന്നുകൊണ്ട് പരിശുദ്ധമായ ദീനിന് വേണ്ടി പോരാടിയത് മഹാനായ സുഹൈൽ ഇബ്നു അംർ ആയിരുന്നു. ചരിത്രം പരിശോധിക്കുമ്പോ സുഹൈൽ ഇബ്നു അംർ ചെയ്ത ആ ത്യാഗോജനമായ പ്രവർത്തനം മൂലം എത്രയോ ആളുകൾ ഇസ്ലാമിൽ നിന്നുകൊണ്ട് പോയ ആളുകൾ വീണ്ടും ദീനിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോ, റസൂലുള്ളാഹിന്റെ പ്രകീർത്തനങ്ങൾ പാടുമ്പോ, പറയുമ്പോ, റസൂലുള്ളാഹിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി പഠിക്കാനുള്ള അവസരം നമ്മൾ നൽകണം. അതിനാണ് നമ്മൾ നബിദിനങ്ങളിൽ മറ്റുള്ള മതസ്ഥരായ ആളുകളെ കൂടിയിട്ട് പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. റസൂലുള്ളാഹിനെ പറ്റിയുള്ള സെമിനാറുകൾ നടത്തണം. പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് നബിദിനങ്ങളെ പറ്റി പരിചയപ്പെടുത്തണം. അതുപോലെ റസൂലുള്ളാഹിനെ പറ്റിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ അവർക്ക് ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ സഹോദരങ്ങളെ? ഡോക്ടർ അഹമ്മദ് ദീദാത്തിനെ പോലെയുള്ള ആളുകളെ പഠിച്ചു നോക്കുമ്പോ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ആയിരക്കണക്കിന് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന അഹമ്മദ് ദീദാത്തിനെ പോലെയുള്ള ആളുകൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവരായിരുന്നു. നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ സഹോദരങ്ങളെ? ഇസ്ലാം ഖുർആനിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ പരിഭാഷ രചിച്ച മാർഡോക്ക് പിത്താൾ, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഒരു മുസ്ലിമായ സഹോദരന്റെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം ഇസ്ലാമിനെ പറ്റിയിട്ട് പഠിച്ചു. ഒരുപാട് ആളുകൾ ആ ഖുർആനിന്റെ ഇംഗ്ലീഷിലുള്ള പരിഭാഷ വായിച്ചിട്ട് ദീനിലേക്ക് കടന്നു വന്നു. നമ്മൾ എന്ത് ചെയ്തു സഹോദരങ്ങളെ? നമ്മളൊക്കെ മുസ്ലിമാണെന്ന് പറയും, പ്രവാചക പ്രേമിയാണെന്ന് പറയും, റബീഉൽ അവ്വലിലും മൗലിദ് നമ്മൾ പാടും. പക്ഷേ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു വെളിച്ചം നൽകാൻ, റസൂലുള്ളാഹിന്റെ ആ സുന്ദരമായ സന്ദേശം നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തമിഴ്നാട്ടിലെ വെങ്കിടാചലം അടിയാർ എന്ന് പറയുന്ന രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രതിഭാധനായ വ്യക്തിത്വം, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായിരുന്ന കാരണം എന്താണെന്നറിയോ സഹോദരങ്ങളെ? ഒരു ദിവസം ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെ വെച്ചുകൊണ്ടൊരു മുസ്ലിം സഹോദരൻ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ്. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഗ്രന്ഥം ഇദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അടിയാർ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ഒരുപാട് നാളുകൾ കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സജീവമായി മുന്നോട്ട് പോകുമ്പോ അധർമ്മത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ജയിലിലടക്കുകയാണ്. ജയിലിൽ കിടന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട പ്രേയസിയോട് പറഞ്ഞു, വീട്ടിൽ ഒരു പുസ്തകം ഇരിക്കുന്നുണ്ട്. അദ്ദേഹം നന്നായി വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വീട്ടിൽ ഒരു പുസ്തകം ഇരിക്കുന്നുണ്ട്, ആ പുസ്തകം ജയിലിലേക്ക് കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞു.
ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ആ ഗ്രന്ഥം ജയിലിൽ വെച്ചുകൊണ്ട് വായിച്ച സമയത്ത് അടിയാർ എന്ന് പറയുന്ന വെങ്കിടാചലം അടിയാർ എന്ന് പറയുന്ന ആ സഹോദരൻ ജയിലിൽ നിന്നുകൊണ്ട് വാവിട്ട് കരയുകയാണ്. വാവിട്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹം ജയിലിൽ നിന്നുകൊണ്ട് പുറത്തു വന്ന സമയത്ത് തന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നീരോട്ടം എന്ന് പറയുന്ന പത്രത്തിൽ ഞാൻ കാതലിക്കും ഇസ്ലാം എന്ന പേരിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതുകയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാല്യം മുതൽ കൗമാരം മുതൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുള്ള മുഴുവൻ സാമൂഹിക പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ വിയോഗം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ചുരുങ്ങിയ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ലേഖനം എഴുതുകയാണ്. അതിനുശേഷം 12 ഗ്രന്ഥങ്ങളാണ് വെങ്കിടാചലം അടിയാർ എന്ന് പറയുന്ന ആ തമിഴ്നാട്ടിലെ മുന്നോക്കം കഴുകുമെന്ന പാർട്ടിയുടെ നേതൃതലത്തിലുണ്ടായിരുന്ന ആ വ്യക്തി അദ്ദേഹം എഴുതിയത് റസൂലുള്ളാഹിനെ പഠിച്ചുകൊണ്ട് 12 ഗ്രന്ഥങ്ങൾ എഴുതി. എന്നിട്ട് മുസ്ലിമായിട്ട് അദ്ദേഹം മരിക്കുന്നത് വരെ ഇസ്ലാമിന് വേണ്ടിയിട്ട് പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് നല്ല ദഅവത്തുകൾ നടത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ പരിശുദ്ധമായ നബിദിനത്തിന് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ നമ്മൾ ശ്രമിക്കുക. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തോടൊപ്പം ഒരു വലിയ യാത്ര നടത്തിയ സമയത്ത് എൻ്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് ഡോക്ടർ മുഹമ്മദ് അസദ്, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട്. പരിശുദ്ധമായ മക്കത്ത് പോയിട്ട് ആ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം മക്കത്തിലെയും മദീനയിലെയും നാഗരികതകളും അവിടുത്തെ ചരിത്ര യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ദി റോഡ് ഓഫ് മക്ക എന്ന പേരിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥം ഞാൻ ആ സഹോദരന് കൊടുത്തു. യാത്രക്കിടയിൽ അദ്ദേഹം ഇങ്ങനെ വായിച്ചുകൊണ്ട് കുറെ സമയം കഴിഞ്ഞപ്പോ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഒരു കരച്ചിലും അട്ടഹാസവും കേട്ടു. നോക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിച്ചിട്ട് സഹോദരൻ അട്ടഹസിച്ച് കരയാ. ഇങ്ങനെയുള്ള ഒരു പ്രവാചകനായിരുന്നെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ആരാണ് കരയാത്തത്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നമ്മൾ കൂടുതലായി പഠിക്കുക. മുത്തുനബിയുടെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടിയിട്ട് വ്യാപിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോഴാണ് യഥാർത്ഥ ആശിക്കായി നമ്മൾ മാറുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് നബി തങ്ങളെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ക് നമ്മൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കണം. സഹോദരങ്ങളെ, ആനായ സയ്യിദ് ഇബ്നു ദസ്നാ റളിയല്ലാഹു അൻഹു കഴുമരത്തിലേക്ക് ഏറ്റപ്പെടുന്ന സമയത്ത് മഹാരാജ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കഴുമരത്തിലേക്ക് ശത്രുക്കൾ ഏറ്റാൻ വേണ്ടി കൊണ്ടുവന്നുകൊണ്ട് സയ്യിദ് ഇബ്നു ദസ്നയോട് ചോദിച്ചില്ലേ, നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ നിനക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആണെന്നൊന്ന് കരുതിയാൽ നിന്നെ വെറുതെ വിടാമെന്ന് പറഞ്ഞപ്പോൾ പോലും മഹാനായ സയ്യിദ് ഇബ്നു ദസ്ന റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എൻ്റെ കാലിൽ, എൻ്റെ റസൂലുള്ളാഹിയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ലെന്നായിരുന്നു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ അലയടിക്കണം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരുന്ന സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവതാരങ്ങളും പ്രകീർത്തനങ്ങളും പാടി പുകഴ്ത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഉപദ്രവിച്ച റസൂലുള്ളാഹി തങ്ങൾക്കെതിരെ നിലകൊണ്ടതിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല ശപിച്ച ഒരു വ്യക്തിയുണ്ട്, റസൂലുള്ളാഹിന്റെ പിതൃവനായ അബൂ ത്വാലിബ്. സഹീഹുൽ ബുഖാരി നോക്കി കഴിഞ്ഞാൽ കാണാം, മഹാനായ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്, അബൂ ത്വാലിബ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ഒരാള് അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയാണ്.
നരകത്തിലെ വല്ലാത്ത ഒരു അവസ്ഥയിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അപ്പോ അദ്ദേഹം പറഞ്ഞു, സുവൈബത്തുൽ അസ്ലമിയ എന്ന പേരിലുള്ള ഒരു വൃദ്ധയുണ്ടായിരുന്നു. ആ വൃദ്ധയെ നബി തങ്ങൾ ജനിച്ച സന്തോഷ വാർത്ത അറിയിച്ചതിന്റെ പേരിൽ മോചിപ്പിച്ച കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ച ദിവസമാകുമ്പോഴും എനിക്ക് എന്റെ വിരലുകൾക്കിടയിൽ നിന്നുകൊണ്ട് കുടിക്കുവാൻ സ്വർഗത്തിലെ സുന്ദരമായ പാനീയം എനിക്ക് ലഭിക്കുന്നുണ്ട്. അതല്ലാതെ എനിക്ക് വേറൊരു സന്തോഷമുണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞതായി മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. അതുകൊണ്ട് നബി തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുക. ഇന്ന് ബിദ്അത്താണെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നത് നമുക്ക് കാണാറുന്നതാണ്. എന്നാൽ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മുഹ്ദസാതു മിനൽ ഉമൂരി ദർബാനി. ഇസ്ലാമിലെ ബിദ്അത്തുകൾ അഥവാ പുതുതായി രൂപപ്പെടുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞു, രണ്ട് വിധമാണത്. ഒന്ന് അഹദുഹുമാ മാ ഉഹദിസ മിമ്മാ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അഥറൻ ഔ ഇജ്മാഅൻ ഫഹാദിഹിൽ ബിദ്അത്തു ളലാല. ഒന്നാമതായിട്ട് ഖുർആൻ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അതേപോലെ തന്നെ നബി തങ്ങളുടെ നബിചര്യകൾ, നബിതങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ഇജ്മാഅ് പണ്ഡിതോപരമായ കാര്യങ്ങൾ, പണ്ഡിതന്മാരുടെ ഏകോപരമായിട്ടുള്ള ആ ഇജ്മാഅ്. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പരിഭാഷ മാത്രം പഠിച്ച പണ്ഡിതനെ പറ്റിയല്ല പറയുന്നത്. മദ്ഹബിന്റെ ഇമാമികളെ പോലെയുള്ള ആ വലിയ അയിമ്മത്ത് അവരെ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അതിന് എതിരായിട്ടുള്ള ഒരു കാര്യം, അത് ബിദ്അത്തുൽ ളലാല. രണ്ടാമത് പിഴച്ച ബിദ്അത്ത്. രണ്ടാമത് വസാനിയതു മാ ഉഹദിസ മിനൽ ഖൈരി ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിൻ ഹാദാ വഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ. മഹാനായ ഹഫീദ് ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ അടക്കം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് പല കിതാബുകളിലും കാണാവുന്നതാണ്. മഹാനായ ഇമാം ഗസാലി ഇഹ്യയിലും ബദറുദ്ദീൻ ഐനി ഉംദയിലും അതേപോലെ തന്നെ ഇമാം നവവി ശറഹുൽ മുസ്ലിമിലും ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിലെ നേരത്തെ പറഞ്ഞ പോലെ ഇബ്നു ഹജർ റഹിമഹുല്ലാ അവിടുത്തെ ഗ്രന്ഥത്തിൽ അതേപോലെ തന്നെ ഇന്ന് പുതിയ നവീനവാദികളായ ആളുകൾ അവരുടെ നേതാവായി പരിചയപ്പെടുത്തുന്ന അല്ലാമാ ശൗക്കാനി വരെ അദ്ദേഹത്തിന്റെ നൈലുൽ ഔതാറിൽ വരെ രേഖപ്പെടുത്തിയതായി കാണാം. അതായത് ഇന്ന് പല ആളുകളും പറയുന്നു കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ആ ഹദീസ് വെച്ചുകൊണ്ട് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്, അതുകൊണ്ട് നബിദിനം പുതുതായി കടന്നു വന്നതാണ്, അത് ളലാലത്താണെന്ന് പറയുന്ന ആളുകൾ അവരുടെ പള്ളികളിൽ ഖുതുബകൾ നടത്തുന്നത് മലയാളത്തിലാണ്. നബിതങ്ങൾ മലയാളത്തിൽ ഖുതുബ ഓതാൻ പറഞ്ഞിട്ടുണ്ടോ? അതേപോലെ തന്നെ വർഷം ഓരോ പാർട്ടികളിലും അവരുടെ സമ്മേളനങ്ങൾ നടത്തപ്പെടുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാത്തിനെയും ബിദ്അത്തായി പരിഗണിക്കുമ്പോൾ മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ശരീഅത്തിന് എതിരായിട്ട് വരുന്നത് അതാണോ ബിദ്അത്ത് എന്ന് പറയുന്നത്? ഈ പറഞ്ഞ ഖുർആനിനും ഹദീസിനും എതിരല്ലാതെ വരുന്നതാണെങ്കിൽ അത് അംഗീകരിക്കാവുന്നതാണ്. എന്നിട്ട് മഹാനവറുകൾ അതിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ബിദ്അത്ത് എന്ന് പറയുന്നത് 5 രൂപത്തിലുണ്ട്. സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി വളരെ സഹലായ എളുപ്പത്തിൽ അത് പറഞ്ഞു തരികയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിഴച്ചു പോകാൻ കാരണമാകുന്ന പലതരത്തിലുള്ള പ്രസംഗങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിൽ പ്രചരിക്കപ്പെടുകയാണ്. ഒന്ന്, ബിദ്അത്ത് വാജിബ. ബിദ്അത്ത് വാജിബ എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യങ്ങൾ, പുതുതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാതെ പുതുതായി കടന്നു വന്ന കാര്യങ്ങൾ, അത് നിർബന്ധമായ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശരീഅത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നഹ്വ് പഠിക്കുക, അറബിയുടെ വ്യാകരണം പഠിക്കുക, ശരീഅത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അത് നിർബന്ധമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ തന്നെ രണ്ടാമത് ബിദ്അത്ത് മുഹറമ, നിഷിദ്ധമായ ബിദ്അത്ത്, പുതുതായി കടന്നു വന്ന നിഷിദ്ധമായ കാര്യങ്ങൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഖദരിയ മദ്ഹബ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മൾ 4 തരത്തിലുള്ള മദ്ഹബാണല്ലോ ഉള്ളത്. എന്നാൽ അതൊന്നും അല്ലാതെ
പുതിയ ഷാഫിയോ ഹനഫിയോ ഹംബലിയോ ഇതൊന്നും അല്ലാതെ നബിതങ്ങൾ പഠിപ്പിക്കാത്ത പുതിയ കാര്യങ്ങളുമായി ഖദരിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് അവര് പിൻപറ്റുക. അതെന്താണ്? ബിദ്അത്ത് മുഹറമായ കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്. ഇതൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മൂന്നാമത്തേത് ബിദ്അത്ത് മന്ദൂബ അഥവാ സുന്നത്തായ ബിദ്അത്ത്. അതിൽപ്പെട്ടതാണ് മദ്രസകൾ സ്ഥാപിക്കുക, അറബി കോളേജുകൾ സ്ഥാപിക്കുക, അതുപോലെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുതകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ കാലത്ത് മദ്രസ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇതുപോലുള്ള മദ്രസ ഉണ്ടായിരുന്നു. അതേപോലെ അറബി കോളേജുകൾ ഇതൊക്കെ നമ്മൾ പുതുതായി തുടങ്ങുന്നതാണല്ലോ. അപ്പോൾ അത് ബിദ്അത്താണ്. പക്ഷേ ബിദ്അത്ത് മന്ദൂബയാണ്, സുന്നത്തായ കാര്യമാണ്, അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. നാലാമത്തേത് ബിദ്അത്ത് മക്റൂഹ, കറാഹത്തായിട്ടുള്ള ബിദ്അത്ത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി ആഡംബരവൽക്കരിക്കുക. നബി തങ്ങളുടെ കാലത്തില്ലാത്തതാണത്. അത് ആഡംബരവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബിദ്അത്ത് മക്റൂഹാണ്, കറാഹത്തായ കാര്യമാണ്. അതേപോലെ തന്നെ അഞ്ചാമത് ബിദ്അത്ത് മുബാഹ, ഹലാലായിട്ടുള്ള ബിദ്അത്ത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും കാണാം സുബഹി നമസ്കാരം കഴിഞ്ഞാൽ, അതേപോലെ തന്നെ മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം മുസാഫത്ത് ചെയ്യുക, കൈ ഇങ്ങനെ പിടിക്കുക. അങ്ങനെ ഒരു ആചാരം പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് കാണാവുന്നതാണ്. അത് ഹലാലായ ബിദ്അത്താണ്. ഇങ്ങനെ ബിദ്അത്തിനെ മഹാന്മാരായ ഇമാമിങ്ങൾ തരംതിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വകുല്ലു ബിദ്അത്തിൻ ദലാല ഹാദാ ആമുൻ മഖ്സൂസുൻ വൽ മുറാദു ഗാലിബുൽ ബിദ്അഇ ഖാല അഹ്ലുൽ ലുഗതി ഹിയ കുല്ലു ഷൈഇൻ ഉമ്മില അലാ ഗൈരി മിസാലി എന്ന് പറഞ്ഞിട്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തെ പറ്റിയിട്ട് വലിയ നല്ല വിശദീകരണം തന്നെ മഹാനവറുകൾ നടത്തിയതായിട്ട് കാണാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിൽ പുതുതായി വരുന്ന മുഴുവൻ കാര്യങ്ങളും കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ ബഅദഹു മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈആ. പുതുതായിട്ട് ദീനിൽ ഒരാളൊരു ചീത്തക്കാര്യം കൊണ്ടുവന്നാൽ അയാൾക്ക് അതിന്റെ പരിണിത ഫലം ലഭിക്കുന്നതാണ്. അതേ സമയത്ത് പുതുതായിട്ട് ദീനിൽ നല്ല ഒരു കാര്യം കൊണ്ടുവന്നു, നബി തങ്ങൾ സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആ സമയത്ത് ഒരു പാണ്ടക്കെട്ടുമായി വന്നിട്ട് ഒരു സഹാബി എല്ലാവർക്കും ധാരാളമായി ഭക്ഷണം കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒരാൾ പുതുതായിട്ട് എന്തെങ്കിലും നടപ്പാക്കി കഴിഞ്ഞാൽ അതിന് ശേഷം ചെയ്യുന്ന ആ നന്മകളിൽ ആരൊക്കെ പങ്കാളികളാകുന്നുവോ അവർക്കൊക്കെ അതിന്റെ പരിണിത ഫലം, അവർക്കൊക്കെ അതിന്റെ പ്രതിഫലം ലഭിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നബിദിനാഘോഷം ഇനിയിപ്പോൾ പുതുതായി വന്ന ഒരു കാര്യമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, അതിന്റെ പേരിൽ നമ്മൾ എതിർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതേപോലെ തന്നെ ശൈഖ് ഇബ്നു ദഹിയത്ത് എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹമാണ് ആദ്യമായി മൗലിദ് കിതാബ് രചിച്ചത് എന്ന് പറയുന്നുകൊണ്ട് നബി തങ്ങളെ മൗലൂദ് ഓതുന്നതിന് അത് റസൂലുള്ളയോ സഹാബത്തോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ നോക്കിയാൽ എത്രയോ സ്ഥലത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ കാണാം. ഹസ്സാൻ ഇബ്നു സാബിത്തിനെ പോലെയുള്ള എത്രയോ ആളുകൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിയപ്പോൾ നബി തങ്ങളെ അവരെ ആദരിച്ചതായിട്ട് കാണാവുന്നതാണ്. സഹീഹുൽ ബുഖാരിയും സഹീഹുൽ മുസ്ലിമിലും എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മദ്ഹുകൾ അവരൊക്കെ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, എത്രയോ തെളിവുകളുണ്ട്. പക്ഷേ മൗലിദ് കിതാബിന്റെ രൂപത്തിൽ ഒരു കിതാബായി കൊണ്ടുവന്നത് അത് മലിക്കുൽ മുദഫർ എന്ന രാജാവിന്റെ കാലത്ത് ഇബ്നു ദഹിയത്ത് എന്ന് പറയുന്ന പണ്ഡിതൻ ചെയ്തതായിരുന്നു. ഇത് മാത്രം തഴവ ഉസ്താദിന്റെ 2-3 വരികൾ മാത്രം ഇങ്ങനെ അടർത്തിയെടുക്കും അൽ മവാഹിബുൽ ജലീലിൽ നിന്ന്. എന്നിട്ടോ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, ഇത് മാത്രം അങ്ങോട്ട് പറയും. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായി കിതാബ് രൂപത്തിൽ ഇങ്ങനെ ഒരു വലിയ രാജ്യ സദസ്സ് സംഘടിപ്പിച്ചത് അത് മലിക്കുൽ മുദഫറിന്റെ കാലത്തായിരുന്നു. അതിന്റെ ബാക്കിയുണ്ട്, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, ഇങ്ങനെ പറഞ്ഞിട്ട് കാണാം. പക്ഷെ അതൊന്നും പറയൂല. ഈ 2 വരികൾ കാണാതെ പഠിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട, നമ്മൾ പടക്കപ്പെടാൻ തന്നെ കാരണഭൂതരായ ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജന്മദിനം
ജന്മദിനം വരുമ്പോ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഇബ്ലീസാണ്. ആ ഇബ്ലീസിന്റെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷമമായിരിക്കും. അതേ സമയത്ത് നബി തങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സന്തോഷത്തിന്റെ ദിവസമാണ്. ആ ദിവസം വരുന്ന സമയത്ത് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അത്തറൊക്കെ തേച്ചുകൊണ്ട് നബി തങ്ങളുടെ അവദാനങ്ങൾ പാടി പ്രകീർത്തിച്ചുകൊണ്ട് അതേപോലെ തന്നെ ആ നബി തങ്ങളുടെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നമ്മൾ ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹ പ്രകടനത്തിൽ പങ്കാളികളാകണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. മുമ്പ് മൗലിദ് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ, നബിദിനം ആഘോഷിക്കേണ്ട എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് പരസ്യമായിട്ട് തന്നെ അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കുറഞ്ഞ ഒരു വിഭാഗം ആളുകളാണ് അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതുപോലെ നബിദിനത്തിൻ്റെ റാലികൾ നടത്തുമ്പോൾ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ, ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച വരും. അവരെന്താണ് ഇപ്പം ഇന്ന് റാലി നടത്തുന്നത്? അത് അവരുടെ മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ്. മാത്രവുമല്ല, നമ്മളെ റാലികൾ നടത്തപ്പെടുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ആ റാലികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങളും പ്രകീർത്തനങ്ങളും പാടി പറയുന്നത് കേൾക്കുമ്പോൾ നബി തങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ കാരണമാകും. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെങ്കിടാചലം അടിയാർ ഇസ്ലാം സ്വീകരിച്ചതുപോലെ ആരെങ്കിലും ഒക്കെ ദീനിലേക്ക് കടന്നു വന്നാൽ നമ്മെ കൊണ്ട് കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങളിലൊക്കെ എല്ലാവരും കാര്യമായിട്ട് സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ജുമാ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ നടത്താറുള്ളത് പോലെ നബിയുടെ ജന്മദിനം വരുമ്പോൾ പതാക ഉയർത്തലും അവിടെ നിന്ന് സംഘടിതമായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ദുആ ചെയ്യാറുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമാ നമസ്കാരത്തിന് ശേഷം എല്ലാവരും നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരിക. എന്നിട്ട് അതിനുശേഷം നബിദിനവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കമ്മിറ്റിയൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പരിപാടികൾ ഉഷാറാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് യുവാക്കളായ ആളുകളൊക്കെ പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പരിപാടികളും വിജയിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. നമ്മുടെ മഹല്ലിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡാറ്റ, എത്ര ആളുകളുണ്ട്, അവരുടെ എത്ര ജോലിക്കാരുണ്ട് തുടങ്ങിയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും അത് കമ്പ്യൂട്ടർവൽക്കരിച്ചുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ മൗലിദിൻ്റെ